ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ ചില അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞു. താടിയെല്ല്, തുടയെല്ല്, പല്ല് തുടങ്ങിയവ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാൻ പറ്റാത്ത പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തും. ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്ന് തന്നെ ബംഗളൂരുവിലെ FSL ലാബിലേക്ക് അയക്കും. അതേസമയം ധർമ്മസ്ഥലയിൽ ഇന്നും വ്യാപക പരിശോധന നടക്കും. പരിശോധനയ്ക്കായി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന ആലോചനയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് PK ചേരുന്നു. സരീഷ്, ഇന്നലെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അവ ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇനി നടത്തേണ്ടത്? ഇത് കാണാതായ ആരുടെയെങ്കിലും ആണോ എന്നുള്ള തിരിച്ചറിയലാണല്ലോ നടത്തേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ പരിശോധനകളാണ് ആവശ്യമുള്ളത്? ഈ ഫോറൻസിക് പരിശോധന മാത്രമാണോ? DNA ടെസ്റ്റ് അടക്കമുള്ളവ നടത്തുമോ? എന്താണ് മനസ്സിലാക്കുന്നത്? മാത്രമല്ല, ഇന്ന് ഈ വെളിപ്പെടുത്തൽ നടത്തിയതുമായി ബന്ധപ്പെട്ട്, മൊഴിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത്? ഇന്നലെ 15 അസ്ഥിഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. പോയിന്റ് നമ്പർ 6 നിന്നായിരുന്നു ഈ 15 ഭാഗങ്ങളും കണ്ടെത്തിയത്. ഇന്നലെ തന്നെ അത് പുരുഷൻ്റേതാണ്, അതിൽ ഒരു ഭാഗം പുരുഷൻ്റേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നു. മഹസറിനിടയിൽ തന്നെ ഫോറൻസിക് വിഭാഗം അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ പരിശോധന വേണം എന്ന രീതിയിലാണ് ഇന്നലെ തന്നെ ഇവിടെ പ്രത്യേകം തയ്യാറാക്കി വിശദമായൊരു പരിശോധന നടത്തിയത്. അതിലാണ് ഈ തുടയെല്ല്, ഒപ്പം തന്നെ താടിയെല്ല്, അതായത് ഒരു ഭാഗം താടിയലിൻ്റേതാണ്. അതോടൊപ്പം തന്നെ 2 തുടയെല്ലും അതോടൊപ്പം തന്നെ 5 എണ്ണം പല്ലുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില ചിതറിയ ഭാഗങ്ങൾ, അതായത് പൊട്ടിയ നിലയിൽ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അത് എന്താണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാനായിരുന്നില്ല. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ബാംഗ്ലൂരുവിലേക്ക് അയക്കണം. ആ ബാംഗ്ലൂരിൽ അയച്ചതിന് ശേഷമായിരിക്കും അവിടെ FCL ലാബിൽ പരിശോധിച്ച ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാലപ്പഴക്കം നിശ്ചയിക്കേണ്ടതുണ്ട്. എത്ര പ്രായമുള്ള ആളാണ് മരിച്ചത്, അതോടൊപ്പം തന്നെ ഈ അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ ഒരാളുടേത് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള പരിശോധനകളായിരിക്കും. അതായത് കാലപ്പഴക്കം പുരുഷൻ്റെ തന്നെയാണോ, ഒരേ വ്യക്തിയുടെ തന്നെയാണോ ഈ ഭാഗങ്ങളെല്ലാം തന്നെ എന്നുള്ള പരിശോധനയായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. ഇന്ന് തന്നെ ബാംഗ്ലൂരുവിലേക്ക് ഈ അസ്ഥിഭാഗങ്ങൾ കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും DNA ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. പക്ഷേ അപ്പോഴും ഒരു വെല്ലുവിളിയുള്ളത്, നിലവിൽ പരാതിയില്ലാത്തതാണെങ്കിൽ ഈ DNA സാമ്പിളുകൾ എങ്ങനെ ശേഖരിക്കും എന്ന ഒരു പ്രതിസന്ധി ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. എങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള, അതായത് ഒരു അസ്ഥി ലഭിച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമോ ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അതായത് DNA ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് നടപടിക്രമങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ, ഒരുപക്ഷെ ഇന്നു മുതൽ അടുത്ത പരിശോധനയിലെല്ലാം തന്നെ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. കാരണം സാക്ഷി അത്രത്തോളം വിശ്വാസത്തോടെ പറയുന്നത് ഇനിയുള്ള, അതായത് 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 8, 10, 11, 12 ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ച സ്ഥലങ്ങളല്ല, അതായത് മണ്ണൊലിപ്പോ അല്ലെങ്കിൽ മണ്ണിടിയുകയോ ഒന്നും തന്നെ ചെയ്ത സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ കിട്ടും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ശരീരാവശിഷ്ടങ്ങൾ കൂടി കിട്ടുകയാണെങ്കിൽ കൂട്ടത്തോടെയുള്ള പരിശോധന, DNA പരിശോധന ഉൾപ്പെടെയുള്ളവരേക്ക് കടക്കാം എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിനിടയിലാണ് ഇന്ന് 7ാമത്തെ സ്പോട്ടിലേക്കുള്ള പരിശോധന നടക്കുന്നത്. ഇനിയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ മലമുകളിലും അതോടൊപ്പം തന്നെ കൂടുതൽ താഴെയിലേക്ക്, അതായത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ആഴത്തിൽ കുഴിയെടുത്താണ് ഈ സംസ്കാരം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സാക്ഷി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതെല്ലാം സംസ്ഥാന പാതയോട് ചേർന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായും അവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തുമ്പോൾ ഈ ഗതാഗതം സ്തംഭിക്കാനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതെല്ലാം ചിത്രീകരിക്കാനുമുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പെനിട്രേറ്റിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയാക്കുക. അതിനുശേഷം എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, സാക്ഷി ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റു പരിശോധനയിലേക്ക്, അതായത് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കാം എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ ഔദ്യോഗികമായി DIG അനുച്ഛേദിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. അത് DGPയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഇന്ന് 7ാമത്തെ പോയിന്റിൽ കുഴിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 11 മണിക്ക് മുൻപ് തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥരും സാക്ഷിയും ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് PK ആണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.